പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയർ ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, എല്ലാ നാളും കൂടെയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ നാളും കൂടെയിരിക്കുന്ന സർവശക്തനായ ദൈവം, എൻ്റെ പോക്കലും വരവിലും യാത്രയിലും ജോലിയിലും ഏതു മേഖലകളിലും കൂടെയിരിക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞ സർവശക്തനായ ദൈവം നിന്റെ എല്ലാ വിഷയങ്ങളുടെ നടുവിലും ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഒരുപക്ഷെ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ വന്നില്ല എന്നിരിക്കും. നമ്മുടെ യാത്രയിൽ ക്ഷണിക്കുന്ന ആരും നമ്മോടൊപ്പം കടന്നു വന്നില്ല എന്നിരിക്കും. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ യാത്രയിൽ ഉടനീളം കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ നാളും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് നിത്യതയോളം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം വാക്കു പറഞ്ഞാൽ മാറിപ്പോകുന്ന ദൈവമല്ല. നിശ്ചയമായും നിത്യതയോളം നമ്മോടൊപ്പം കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും. അപ്പൊ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ലോകാവസാനത്തോളം, മരണത്തോളമല്ല, നിത്യതയോളം ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന വാക്കു പറഞ്ഞവൻ ഒരേ ഒരുവനേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്. മറ്റാരും നമ്മുടെ കൂടെ കാണില്ല, മറ്റാരും നമ്മോടൊപ്പം ഉണ്ടാകത്തില്ല. വഴിയാത്രയിൽ പലരും നമ്മെ തള്ളിക്കളഞ്ഞ് മാറിപ്പോകും. എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മോട് അറിയിക്കുന്നു, എല്ലാ നാളും ഏത് സാഹചര്യങ്ങളിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുവാനിടയായിത്തീരും. ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണോ? നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവാത്മാവിടുന്ന് പ്രവർത്തിക്കുവാനിടയായിത്തീരും. ആരും കാണില്ല എന്ന് നാം ചിന്തിക്കുന്ന മേഖലകളിൽ, എനിക്കാരും സഹായമില്ല എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ, ഞാൻ അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ, എൻ്റെ അപ്പൻ ഇന്ന് രാത്രികാലം വചനത്തിൽ കൂടി വെളിപ്പാട് പറയുന്നു, എല്ലാ നാളും ലോകാവസാനത്തോളം ഞാൻ നിന്നോടൊപ്പം നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് യേശുക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഗലീലയിലെ ഒരു മലയിൽ ശിഷ്യന്മാർക്ക് നൽകിയ മഹത്തായ ദൗത്യത്തിൻ്റെ അവസാന വാഗ്ദാനമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ അയക്കുമ്പോൾ അവർ ഒറ്റയ്ക്കല്ലെന്നും തൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നും യേശു ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അവിടെ വ്യക്തമായ ഒരു ഉറപ്പ് നൽകുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നരുളി ചെയ്യുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, ഞാൻ ആരുമില്ലാത്തവനാണ്, ഞാൻ ആരുമില്ലാത്തവളാണ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല എന്ന നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം വ്യക്തമായി വിളിച്ചു പറയുന്നു, ആരില്ല എങ്കിലും, ആരും നിന്റെ കൂടെ വന്നില്ല എങ്കിലും സർവശക്തനായ ദൈവം നിന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നു പോകാതെ, വിഷയങ്ങളെ പരിഹാരം നൽകിത്തരാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ നിന്റെ ദൈവം നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടാകും.
യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുക, യഹോവയായ നിന്റെ ദൈവം നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടാകുവാനിടയായി തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, പാപം ചെയ്യാൻ പോകുന്ന മേഖലയിൽ കർത്താവ് വരുമെന്നല്ല പറഞ്ഞത്. ആത്മീയ മണ്ഡലങ്ങളിൽ ആത്മീയ സാന്നിധ്യത്തിന്റെ മറവിൽ നീ എവിടെ നിൽക്കപ്പെട്ടാലും അവിടെ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. യെശയ്യാ പ്രവാചന പുസ്തകം 41-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ഭയപ്പാടോടെ നിൽക്കുന്ന, ഭയം കൊണ്ട് വ്യാകുലപ്പെടുന്ന, നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്ന, ഭയത്തോടു കൂടി ആയിരിക്കുന്ന ജനത്തോട് 41-ാം അധ്യായം 10-ാം വാക്യം യെശയ്യാ പ്രവാചകൻ പുസ്തകം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നോടൊപ്പം നിൽക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ വാക്ക് പറഞ്ഞ് മാറിപ്പോകുന്ന ദൈവമല്ല. നിശ്ചയമായും നിന്റെ വിഷയം എന്താണോ അതിൻ്റെ കൂടെ നിന്ന് ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രവർത്തിക്കണമെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരട്ടെ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് എബ്രായ ലേഖനത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. സർവശക്തനായ ദൈവം കൈവിടുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമല്ല. മനുഷ്യൻ കൈവിടും, ഉപേക്ഷിക്കും, തള്ളിക്കളയും, അവൻ കുറ്റം പറയും. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നീ കരയുന്ന വിഷയത്തിന് നടുവിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം വിഷയം എന്താണോ എന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവാത്മാവിന് പ്രവർത്തിക്കുവാനിടയായിത്തീരും. സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ചിന്തകളാൽ ഉടയ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.